നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ കാര്യം ഓരോരുത്തർ ഇങ്ങനെ കയറി വരിക. അപ്പൊ ഇത് ഇവിടെ അങ്ങനെയല്ല കണ്ടത്. ഇവിടെ കണ്ടത് നമ്മേക്കാൾ മുന്നിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. നല്ല ഒരു കയ്യടി അവർക്ക് കൊടുക്കണം. നല്ല ചെറുപ്പക്കാരായ നല്ല പരിചയമുള്ള ഭരണകർത്താക്കളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവലാതികളും വേവലാതികളൊന്നും കൂടുതലായിട്ട് അവരോട് പറയേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ആവലാതി. അതാണ് പ്രിയപ്പെട്ട ശ്രീമതി പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്ന ബാനു പറഞ്ഞത്. ഞാൻ പഠിക്കട്ടെ, നമുക്ക് ഒരു പുനരധിവാസ കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കട്ടെ. അത് ബ്ലോക്കിന്റെ കീഴിലോ അല്ലെങ്കിൽ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലോ നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ മൊഴി യഥാർത്ഥത്തിൽ ഇവരെ കൂട്ടിപ്പിടിക്കുന്നതിന്റെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഈ ആരാരുമില്ലാത്ത വളരെ പാവപ്പെട്ട ഈ കുടുംബാംഗങ്ങളെ നമ്മിലേക്ക് ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു ധ്വനിയാണ് ഞാൻ അതിനെ കണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കും എന്നുള്ളതിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. പ്രിയമുള്ള ഈ പരിവാർ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് സംഘടനകളുണ്ട്, അതുപോലുള്ള ഓരോ വാചകങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഈ പരിവാർ എന്ന് പറയുന്നത്. പരിവാർ എന്നുള്ളത് ഒരു ഹിന്ദി പദമാണ്. അതിന്റെ അർത്ഥം കുടുംബം എന്നുള്ളതാണ്. കുടുംബം, ഈ പരിവാർ എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന അർത്ഥത്തിലാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് നാഷണൽ ലെവൽ കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, ജില്ലാ കമ്മിറ്റി ഉണ്ട്, ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. 5 കമ്മിറ്റികൾ ഈ പരിവാർ എന്ന സംഘടനക്കുണ്ട്. ഈ സംഘടന നിലനിൽക്കുന്നത്, ഇത് ഉണ്ടാകാനുണ്ടായ കാരണം ഉണ്ട്. പല പദ്ധതികളും പല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഭിന്നശേഷി ദിനം ആചരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടല്ല, അത് ഈ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ തുല്യതയ്ക്ക് വേണ്ടി, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി, അവരുടെ സ്വന്തം സ്വാശ്രയത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭിന്നശേഷി ദിനം ആചരിക്കുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 1992 മുതലാണ് ഈ ഭിന്നശേഷി ദിനം നമ്മുടെ രാജ്യത്ത് ആചരിച്ചിരുന്നത്. ഈ ഭിന്നശേഷി ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഐക്യരാഷ്ട്രസഭ വിവിധ രാജ്യങ്ങളോടായി പറഞ്ഞിരുന്നു. അഥവാ ഈ വിഭാഗത്തിന് വേണ്ടി നല്ലൊരു നിയമം നമ്മുടെ രാജ്യങ്ങളിൽ നടപ്പിലാക്കണം. ഇത്തരം ആളുകൾക്ക്, നമുക്കറിയാം നിയമം നമ്മുടെ രാജ്യത്തില്ലാഞ്ഞിട്ടല്ല, ആണോ? നിയമം ഒരുപാടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നതിലും അത് അംഗീകരിക്കുന്നതിലും പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അതുപോലെ ഭരണകർത്താക്കൾക്കുണ്ടാകുന്ന അറിവില്ലായ്മയും അതുപോലെ തന്നെ മനസ്സിലാക്കാതെയും അത് ഗവൺമെന്റ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മുടെ പല കോണുകളിലും ഉണ്ട്, അല്ലേ? ഉണ്ട്. അപ്പോ ഈ നിയമം മൂലം ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് നിയമം അനിവാര്യമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ വിവിധ രാജ്യങ്ങളോട് ഇവർക്ക് വേണ്ടിയിട്ട് നിയമം പാസ്സാക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മമാര് യഥാർത്ഥത്തിൽ അവർക്ക് പുറത്തു പോകുമ്പോ, അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും പുറത്തു പോകുമ്പോ ഈ കുട്ടിയെ ഏൽപ്പിക്കാനുള്ള ഒരു ഇടം നമ്മുടെ രാജ്യത്തില്ല. അതാ സത്യം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി സെന്ററുകളുണ്ട്. നമ്മുടെ രാജ്യം ഒരുപാട് നിയമങ്ങളുണ്ട് എന്നല്ലാതെ ഈ നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഭിന്നശേഷി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭിന്നപരമായിട്ടുള്ള കഴിവ് എന്നല്ലേ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ? ആ കുട്ടിക്ക് വിഭിന്നമായിട്ടുള്ള കഴിവുകളുണ്ട് എന്നാണ്, അല്ലെ? അതിന്റെ അർത്ഥം തന്നെ.
ചില കുട്ടികൾ വരക്കും, ചില കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ കയ്യില്ല, ഒരു കാല് കൊണ്ട് വരക്കും. അതേമാതിരി തന്നെ മറ്റെന്തെങ്കിലും തൊഴില് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വളരെ കൃത്യമായിട്ട് അത് ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടായി ഈ മക്കൾക്ക് മൊബൈല് കാണിച്ചിട്ട് അവര് മൊബൈലിൽ കളിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോക്കുകയുള്ളൂ. അവരൊന്നും ഒരു പാട്ടും വരില്ല കാര്യത്തിൽ. 100ക്ക് 100 അവർ വിചാരിച്ച മേഖലയിലേക്ക് അവർ കയറിപ്പോകും. അതെന്തുകൊണ്ടാണ്? ഭിന്നമായിട്ടുള്ള കഴിവുള്ളവരാണ് ഈ ഭിന്നശേഷി മക്കൾ. അവരാ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞ ലോക്കൽ ബോഡി ഗവൺമെന്റുകൾക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഈ നിയമം മൂലം പരിരക്ഷയുള്ളതും നിയമം നടപ്പിലാക്കേണ്ടതും ഇപ്പൊ ഇവർക്ക് വേണ്ടി കോടതി വേണമെന്ന് RPWD ആക്ട് പ്രകാരം ഇവർക്ക് വേണ്ടി പ്രത്യേക കോടതി വേണമെന്ന് പുതിയ നിയമപ്രകാരം നമ്മുടെ കേരളത്തിൽ തന്നെ 2020 മുതൽ അത് നടപ്പിലാക്കി തുടങ്ങി. നമ്മുടെ മക്കൾക്ക് കഴിവുള്ളവരാക്കാൻ സാധിക്കും. ബഡ്സിൽ ഒട്ടനവധി സ്പെഷ്യൽ ഐറ്റംസുകൾ ഉണ്ട്. നമ്മുടെ ബഡ്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ കുറച്ച് സ്പെഷ്യലിസ്റ്റുകൾ അവിടെ ഉള്ളൂ. അതല്ല ബഡ്സ് എന്ന് പറയുന്നത്. 100% കഴിവുള്ളവരാക്കാം. BRC എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ മക്കൾക്കുള്ളതാ. BRC 18 കഴിഞ്ഞ മക്കൾക്കുള്ളതാണ് BRC. 18 രൂപ ഭത്ത കൊടുക്കണം എന്നുള്ളത് ഈ നിയമം മൂലം നടപ്പിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് 12,000 രൂപ ഒരു വർഷത്തിൽ ഭിന്നശേഷിക്കാരനായ 90 വയസ്സായാൽ 90 വയസ്സായ ഒരു ഭിന്നശേഷിക്കാരനാണ്, അദ്ദേഹത്തിനും 12,000 രൂപ ഒരു വർഷത്തിൽ കൊടുക്കണമെന്ന നമ്മുടെ നിയമം. അപ്പൊ നമ്മുടെ പരിവാറിന്റെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ അതിനുള്ള അപേക്ഷ കൊടുക്കണം. ആ മക്കൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. ചില ആളുകൾക്ക് ഉപകരിക്കും. അപ്പൊ CDMRPന്റെ കിറ്റ് കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആ കിറ്റ് ഉപയോഗിച്ച ആൾക്കാർ എത്ര ആളുണ്ടാവും ഒന്ന് ആലോചിച്ചോട്ടെ. CDMRPന്റെ കിറ്റ് മുമ്പ് പഞ്ചായത്ത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുത്തു. CDMRPയുടെ കിറ്റ്. ഈ CDMRPയുടെ കിറ്റ് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ട്. ആ കിറ്റ് അന്ന് കിട്ടിയ സമയത്ത് തന്നെ എടുത്ത് അട്ടത്ത് കിട്ടാണ്. പിന്നെ എടുത്തിട്ട് ജയിലിൽ എന്താ ഉള്ളത്? നമ്മളെ കുട്ടിക്ക് പറ്റിയതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്താ പറയാ ഫണ്ട് ചെലവഴിച്ചിട്ട് കാര്യമില്ല. വ്യത്യസ്തമായ മക്കളാണ്, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്, വ്യത്യസ്തമായ പ്രയാസങ്ങളാണ്, വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. അതിനെ പഠിച്ചുകൊണ്ട് അവനെ റിക്കവറി ചെയ്യാൻ അല്ലെങ്കിൽ അവളെ റിക്കവറി ചെയ്യാൻ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ മറ്റുള്ള എന്താ അസുഖത്തിനൊക്കെ ദിവസം മരുന്ന് വെക്കണം. അപ്പൊ ഈ മക്കൾക്ക് കിട്ടേണ്ടത് മരുന്നാണ്. അവർക്ക് മരുന്ന് കൊടുക്കണം. ഇപ്പൊ സാമ്പത്തികമായിട്ട് ഫണ്ട് വെക്കുമ്പോൾ അതിനുവേണ്ടി വെക്കാം. അത് നമ്മളെ ഗ്രാമസഭകളിൽ പോയി നമ്മൾ ആവശ്യപ്പെടണം. നമുക്ക് അതിനുള്ള ഏർപ്പെടുത്തണം. അതിന് നീളം കൊണ്ട് പോയിക്കൂടാ. കാരണം എന്താ അറിയോ, ഈ മക്കൾ ആരും കാത്തു നിൽക്കുവോ? നമുക്കൊക്കെ വയസ്സ് കൂടല്ലേ, മക്കൾക്കും വയസ്സ് കൂടുകയാണ്. 5 or 6 വയസ്സിനുള്ളിൽ മാത്രമേ ഈ തെറാപ്പികളൊക്കെ നമ്മുടെ മക്കളിൽ ഉപകരിക്കൂ. 18 വയസ്സ് കഴിഞ്ഞാൽ സംസാരത്തിന് തെറാപ്പി എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ഏറ്റവും നേരത്തെ ചെയ്യണം എന്നുള്ളതാണ് ഭരണകർത്താക്കൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് ഉപകരിക്കൂ, അല്ലെങ്കിൽ ഉപകരിക്കൂല. പല മക്കൾക്കും ചിലപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ മതിയാവും. അവർ ചിലപ്പോൾ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ സാധിക്കും, അല്ലേ? അങ്ങനെ എത്രയോ കുട്ടികളുണ്ട്, സ്വന്തം കഴിവുണ്ടാവും അവർക്ക്, പക്ഷെ അത് ഉത്തേജിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആളില്ലാത്ത അവസ്ഥ. സാമ്പത്തികമായിട്ട് പരാധീനതയുള്ള കുടുംബം, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് മേലോട്ട് നോക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്കറിയാം, മുമ്പൊക്കെ പറയുന്ന അമ്മമാര് പിന്നെ കരയുന്ന കുട്ടിക്കേ പാടുള്ളൂ, അല്ലേ? മുമ്പ് നമ്മളെ കാലത്ത് പഴയ കാലത്ത് ഞങ്ങളവിടെയൊക്കെ ഭാഗത്ത് ഒരു പല്ലവിയാണ്, കരയുന്ന കുട്ടിക്കേ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് വിചാരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അവരിനി എന്താ മനസ്സിലാക്കുക? അങ്ങനെയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ്.